ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ന്യൂസിലാൻഡിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ, നോർത്ത് ഐലൻഡിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്താണ്. വക്കപ്പക്ക എന്ന് പറഞ്ഞൊരു സ്നോ മൗണ്ടെയിൻ കാണാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുന്നൊരു കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത്. അടിപൊളിയാണ്, നിറയെ മഞ്ഞാണ്. അപ്പം അത് സീ ലെവലിൽ നിന്ന് 2300 അടിയോളം ഹൈറ്റിലാണ് ഇതുള്ളത്. അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ ആ ഒരു മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്ന മല നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തോട്ട് ചെന്നു. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ഓൺലൈൻ ഉണ്ട്, ഓപ്ഷനുണ്ട്, ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ടിക്കറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു, കാണാൻ പറ്റി. നമ്മളിങ്ങനെ റോപ്പ് കാറിലാണ് ഇങ്ങനെ കയറി പോകുന്നത്. അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ചെന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് കമ്പി വെള്ളം ഞങ്ങൾ അന്നദാതാ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബഹുമാന ഭക്തി നമുക്ക് റോപ്പ് കാറിലൂടെ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് കയറി പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും മഞ്ഞും നല്ല ഭംഗിയാണ് കാണാൻ. ടോപ്പ് ഭാഗത്ത് എത്തിയിട്ടോ ഇറങ്ങി എല്ലാവരും നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്നോ സ്കൂളെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ കളിക്കാനും മഞ്ഞുണ്ട്, സ്നോമാനെ ഉണ്ടാക്കാനൊക്കെ പറ്റും. നോക്കി ഫുള്ള് എവിടെ നോക്കിയാലും ഫുള്ള് മഞ്ഞ്, അത്രയും ഹൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മഞ്ഞിലൂടെ കളിച്ച് നടക്കാം, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ്. ജസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിള്ളേർക്കൊക്കെ നല്ലതാണ് മഞ്ഞ് വാരി കളിക്കാനും എറിയാനും.
സ്നോമാനെ ഉണ്ടാക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. മഞ്ഞിനകത്ത് കിടന്നോണ്ട് ഇരുന്നോണ്ട് നിന്നോണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച്. അത് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സൂപ്പറാണ്. നിറയെ മഞ്ഞാകുമ്പം നല്ല രസമാണ്. പിന്നെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അവർക്ക് ഒരുപാട് കളിക്കാനും അവിടുന്ന് പോരാനേ തോന്നത്തില്ല. പിന്നെ കുറേ സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ കാണുന്ന പോലെ അതിനകത്ത് മഞ്ഞില്ല. അപ്പോൾ മഞ്ഞില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും മഞ്ഞ്. അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. ജസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് അവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഹസാഡസ് ബോർഡുകളൊക്കെ ഉണ്ട്. നമ്മളവിടെയൊക്കെ സൂക്ഷിച്ച് വേണം നിൽക്കാനും എടുക്കാനും. അവരത് സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്.
എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ താഴോട്ട് കാണാൻ വേണ്ടി പോകും. അവിടെ സ്കൈയിങ് ഒക്കെ ഉണ്ട്, സ്കേറ്റിംഗ് ബോർഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടതിന് ശേഷം ഇറങ്ങി വന്നതാണ്. അവിടെ ഒരു കോഫി ഹൗസൊക്കെ ഉണ്ട്. പിന്നെ മേളത്തെ ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ താഴെ വന്നു കേട്ടോ. റോപ്പ് കാറിൽ കൂടെ തന്നെ താഴെ വന്നു. താഴെ വന്നതിന് ശേഷം അവിടെ ഇങ്ങനെ നോക്കി മഞ്ഞിലൂടെ ബോട്ടൊക്കെ ഉണ്ട്, പിന്നെ സ്ലൈഡ് ചെയ്ത് പോയി കളിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ആ ബോട്ടിൽ കയറി കളിച്ചുകൊണ്ട്, പിള്ളേർക്കൊക്കെ നല്ലതാണ്. തന്നെത്താനെ ബോട്ട് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് കയറി ഇരുന്ന് നിരങ്ങി മഞ്ഞിൽ കൂടെ നിരങ്ങി താഴെ വരെ പോകണം. ശരിക്കും പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. ഞങ്ങളും പോയി കേട്ടോ എല്ലാവരും. ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു. രാവിലെ തൊട്ട് വൈകിട്ടൊരു 4:30 മണി വരെ അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ സ്നോമാനെ ഉണ്ടാക്കി എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് നല്ല രസമായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. കുറേ നേരം മഞ്ഞിൽ കളിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. പിന്നെ അതിനുശേഷം അതെല്ലാം കണ്ട് ഇറങ്ങി ഞങ്ങൾ റോപ്പ് കാറിൽ താഴെ വന്നു. താഴെ വന്നതിന് ശേഷം കോഫി ഹൗസിൽ കയറി ഞങ്ങളെല്ലാവരും കോഫി കുടിച്ചു. പിന്നെ ഞങ്ങൾ അന്നത്തെ യാത്ര മതിയാക്കി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.